അസമാഷെ ബോധപൂർവം കുടുക്കിലാക്കിയാണ്. അദ്ദേഹം നിരപരാധിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കുടുക്കിലാക്കിയത്. പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് അസമാഷ് ഏറ്റവും കഴിഞ്ഞ 22 വർഷമായിട്ട് രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. അവിടെ ഗ്രൗണ്ട് നിർമ്മിച്ചത് 1.5 ഏക്കർ സ്ഥലം അസമാഷുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയും ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ട് 2.5 ലക്ഷം രൂപയും അന്നുണ്ടായിരുന്ന പ്രിൻസിപ്പാൾ 8 ലക്ഷവും HM 4 ലക്ഷവും ഇങ്ങനെ 25 ലക്ഷത്തോളം രൂപ ഇവർ സ്വന്തം കയ്യിൽ നിന്ന് മുതൽ മുടക്കിയിട്ടാണ് ആ സ്കൂളിനോട് സ്വന്തമായിട്ടൊരു 1.5 ഏക്കർ സ്ഥലമുള്ള ഗ്രൗണ്ട് നിർമ്മിച്ചത്. ആ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അസമാഷ് മുൻകൈയെടുത്തുകൊണ്ടാണ് നിർമ്മിച്ചത്. അപ്പോൾ സ്കൂളിലെ ഗ്രൗണ്ടിൻ്റെ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും കഴിഞ്ഞ 22 വർഷമായിട്ട് പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ അസമാഷാണ്. അസമാഷ് അറിയാതെ അവിടെ ഒന്നും ഒരു വികസന പ്രവർത്തനങ്ങളും ആ സ്കൂൾ നടന്നിട്ടില്ല. എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിൽ അസമാഷാണ്. അസമാഷാണ് ആ സ്കൂളിൻ്റെ എല്ലാമെല്ലാം. അങ്ങനെയുള്ള അസമാഷെ ബോധപൂർവം അസമാഷ് റിട്ടയർ ചെയ്യുന്ന വർഷം, ഈ വർഷം ഇനി 3 മാസം കൂടി അദ്ദേഹത്തിന് സർവീസ് ബാക്കിയുള്ളൂ. വരുന്ന മാർച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തെ കേസിൽപ്പെടുത്തിക്കൊണ്ട് തേജോവധം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ചില കറുത്ത ശക്തികൾ ശ്രമിച്ചു. അധ്യാപക സംഘടനയുടെ ഭാഗത്തുനിന്നാവാം, അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നാകാം, വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നാകാം. എല്ലാ രീതിയിലും അദ്ദേഹത്തെ കരുതിക്കൂട്ടി ബോധപൂർവം കുടുക്കുകയായിരുന്നു ചെയ്തത്. കാരണം അദ്ദേഹം തീർത്തും നിരപരാധി. 4 പെൺകുട്ടികളെ കരുവാക്കിക്കൊണ്ട് ആ കുട്ടികൾ കോടതിയിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തുറന്നു പറയുകയും അദ്ദേഹത്തിൻ്റെ കാലിന് വീണ് മാപ്പാപേക്ഷിക്കുകയും ചെയ്തു. ആ കുട്ടികൾ അവരെ കരുവാക്കുകയായിരുന്നു. കുട്ടികൾ പറഞ്ഞു ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പോലീസ് ഞങ്ങളങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല, അതൊക്കെ എന്താണ് പോലീസ് എഴുതിയത്, ഞങ്ങൾ പറഞ്ഞ മൊഴിയല്ല പോലീസ് ചേർത്തത് എന്നൊക്കെ കുട്ടികൾ കോടതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകരെ ഏറ്റവും നന്നായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുകയും സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന അധ്യാപകരെ പോക്സോ കേസിൽപ്പെടുത്തിക്കൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ചില രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു കരിനിയമം കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു വിവാദമായ ഒരു ഉത്തരവ്, ശമ്പളം പിടിച്ചെടുക്കുന്ന നിയമവിരുദ്ധ ഉത്തരവ്, സാലറി ചലഞ്ച്. ആ സാലറി ചലഞ്ച് എന്ന ആ ഉത്തരവിനെതിരെ, നിയമവിരുദ്ധ ഉത്തരവിനെതിരെ ആ ഉത്തരവ് കത്തിച്ചുകൊണ്ട് അസമാഷ് പ്രതിഷേധിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അസമാഷ പല രീതിയിലും തേജോവധം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് കാലം അസമാഷ ആ വ്യക്തിവിരോധം വെച്ചുകൊണ്ട് തന്നെയാണ് ചില സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അധ്യാപക സംഘടനയും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ മാഷോട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കഴിഞ്ഞ വർഷം നടന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം അവിടെ KSU MSF സഖ്യം ആ സ്കൂൾ വിജയിച്ചു. അതോടുകൂടിയിട്ട് അവിടെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാഷ് കണ്ണിലെ കരടായി മാറി. അതാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. കഴിഞ്ഞ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അസമാഷ്ക്കെതിരായിട്ട് ഇത്തരം ഒരു ആരോപണം വരികയും അസമാഷ കേസിൽ കൊടുക്കുകയും തീർത്തും നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വർഷത്തിലേറെ അദ്ദേഹം വല്ലാതെ മാനസിക പീഡനം അനുഭവിക്കുകയും ജയിൽ വാസം, ഞാൻ സബ് ജയിലിൽ മാഷ പോയി കാണുകയുണ്ടായി. ഒരു വിവരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മാഷയുടെ അന്നത്തെ ആ ഇത്. അത്രയും മാഷയുടെ ആത്മഹത്യയുടെ വക്കീലായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. മാഷ പലപ്പോഴും വിളിച്ച് കരയുക, ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴും മാഷ് എല്ലായ്പ്പോഴും വിളിച്ച് കരയുകയായിരുന്നു ഉണ്ടായത്. ജീവിതം മടുത്തു, ഇനി ആത്മഹത്യ മാത്രമാണ് ഏക പോകാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തു. 6 മാസമാണ് സസ്പെൻഷൻ കാലാവധി. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും 5 മാസം കഴിഞ്ഞ് 11 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്തിട്ട് വീട്ടിൽ നിന്നും 65 കിലോമീറ്റർ ദൂരമുള്ള തളിപ്പറമ്പ് കാർത്തികപുരത്തുള്ള ഒരു സ്കൂളിലാണ് അദ്ദേഹത്തിന് നിയമനം ട്രാൻസ്ഫർ കൊടുത്തത്. അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ്, നടക്കാൻ പ്രയാസമുള്ള, കാലിന് പ്രയാസമുള്ള ഒരാളാണ്, അദ്ദേഹത്തെ ഏറ്റവും കുന്നിൻ്റെ മുകളിലുള്ള ഒരു സ്കൂളിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത ഒരാളെയാണ് ഏറ്റവും കുന്നിൻ്റെ മുകളിലുള്ള ഒരു സ്കൂളിലേക്ക് 65 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലേക്ക് നിയമിച്ചത്, സ്ഥലം മാറ്റിയത് ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട്. മാത്രമല്ല അദ്ദേഹത്തെ ഇൻക്രിമെന്റ് ബാർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ കോടതി എത്തിയപ്പോൾ കുട്ടികൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ കുട്ടികൾ അസമാഷ് നിരപരാധികളെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷാണ് അസമാഷ് എന്നുള്ള കുട്ടികൾ കോടതി മുമ്പാകെ പറയുകയും ബഹുമാനപ്പെട്ട കോടതി അസമാഷ വിട്ടയക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് വളരെ ക്രൂരമായി ഇവർ ചെയ്തത് ഏറ്റവും ക്രൂരമാണ്. അസമാഷ്ക്ക് ഒരുപാട് നഷ്ടമാണ് ജീവിതത്തിൽ സംഭവിച്ചുള്ളത്. മാഷ് ഇത്രയും കാലം നേടി എല്ലാം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അസമാഷ്ക്ക് ഏറ്റവും ഒരു അധ്യാപന ശ്രമത്തിലുള്ള ഏറ്റവും സർവീസിൽ ആകെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ പ്രൊമോഷനാണ്. ആ ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ കഴിഞ്ഞ ജൂണിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ്.
ആ ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ ലഭിക്കാതെയാണ് അദ്ദേഹം പിരിയാൻ പോകുന്നത്. ഇനി അദ്ദേഹത്തിന് ഹെഡ് മാസ്റ്റർ ആവാൻ സാധിക്കില്ല. ഇനി 3 മാസം മാത്രമേ ബാക്കിയുള്ളത് റിട്ടയർ ചെയ്യാൻ. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചു. ഹെഡ് മാസ്റ്റർ ആവാൻ അദ്ദേഹത്തിൻ്റെ ജീവിത അഭിലാഷം പൂർത്തീകരിക്കാതെ അദ്ദേഹം സർവീസിന് വിരമിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ, കുടുംബജീവിതം തന്നെ താറുമാറാക്കുന്ന രീതിയിൽ ചില ആളുകൾ അദ്ദേഹത്തിനെതിരെ വ്യാജ കേസുകൾ ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടച്ചുകൊണ്ട് ഏറ്റവും ക്രൂരമായ പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്.